നമ്മളിന്ന് പുതിയൊരു യാത്ര പോവാണ് കേട്ടോ. ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് നഷ്ടമുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ തന്നെ താമസിച്ച് ട്രെയിനിൽ കാഴ്ചകളൊക്കെ കണ്ട് ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ ഇപ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാട്ടോ. ഒരു 4:45 മണിയായിട്ടുണ്ട്. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൽക്കട്ട, സുന്ദർബാൻസ്, ഒറീസ അങ്ങനെ പോയി വിശാഖപട്ടണം വരെ എത്തി തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന ഒരു സ്പെഷ്യൽ ട്രെയിൻ ടൂറിനാട്ടോ നമ്മൾ പോകുന്നത്. അതായത് ഇന്ത്യൻ റെയിൽവേസും ടൂർ ടൈംസും ഇവിടെ സംഘടിപ്പിക്കുന്ന കൊറോമാൻഡൽ പോസ്റ്റൽ ഓണം ബ്ലിസ് ടൂർ. ഇതാണ് നമ്മൾ ടൂർ പാക്കേജാണ് നമ്മളിന്ന് പോകുന്നത്. 10 ദിവസത്തെ ടൂറാണ്. എന്തായാലും ബാക്കി ആഴ്ചകളൊക്കെ വഴിയെ കാണാം. നമ്മുടെ ട്രെയിന് 5:30ക്കാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 4:00 റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞാൽ അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ വഴിയെ കാണാം കേട്ടോ. നല്ല അടിപൊളി മഴയാട്ടോ. നമുക്ക് ട്രെയിനിൽ ഒരു അടിപൊളി യാത്ര പോയിട്ട് വരാം. എല്ലാവരും ചേർക്കോ. ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾ ഇന്ത്യൻ റെയിൽവേസിന്റെ കൂടെ അടിച്ചു പൊളിച്ച് കാട്ടും. നമ്മുടെ ട്രെയിനായിട്ട് അനൗൺസ് ചെയ്യുന്ന ഇവരൊക്കെ നമ്മുടെ കൂടെ വരുന്ന കേട്ടോ. പെരുമ്പാവൂർ, ചോറ്റാനിക്കര സൈഡിൽ നിന്നൊക്കെ കേട്ടോ. എല്ലാവരും ഹായ് പറഞ്ഞോ. വീഡിയോ ഹായ് പറഞ്ഞോ. ഇവരൊക്കെ നമ്മുടെ കൂടെ ട്രെയിൻ യാത്ര വരുന്ന ആൾക്കാരാട്ടോ. അപ്പോ ചങ്ങായിമാരെ നമ്മുടെ യാത്ര ആരംഭിക്കും കേട്ടോ. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ ഭാരത് ഗൗരവ് സ്പെഷ്യൽ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിൻ. അങ്ങനെ നമ്മള് ആലപ്പുഴ എത്തിട്ടോ. അങ്ങനെ നമ്മുടെ ഡേ 1 ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പുട്ട്, കടല, ചട്നി ഉണ്ട്, പിന്നെ സേമിയ ഉപ്പുമാവ്, കേസരി, ഇത്രയും സംഭവങ്ങളാട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. നമ്മൾ കയറിയപ്പോൾ തന്നെ ചായ ഒക്കെ തന്നു കേട്ടോ. അപ്പം കഴിക്കട്ടെ. നമ്മള് അടുക്കള കാണാൻ പോവാ കേട്ടോ. ട്രെയിനിന്റെ അടുക്കള കാണാൻ പോവാ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒരു ചേച്ചി പോയി കണ്ടിട്ട് വന്നേ. അപ്പൊ നമ്മള് പിന്നെയും പോവാ. ഇവിടെ അരി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? ഇവിടെ ഈ ബോഗി ഫുള്ള് സാമാനങ്ങളാട്ടോ. അരി സാമാനങ്ങളൊക്കെ. ചോദിച്ചേ, ഞാനോട് ചോദിച്ചപ്പോ അവര് കാണിച്ചു തരാന്ന് പറഞ്ഞു. ഓ, ഇതാണോ പാൻട്രി? അപ്പൊ നമ്മൾ അടുക്കള കണ്ടിട്ട് വന്നിട്ടോ.
നമ്മളെ അകത്ത് കയറി കണ്ടു, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം നമ്മളവിടെ എന്തൊക്കെയാ സംഭവം എന്നൊക്കെ കണ്ട്, അരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇഡലി ഉണ്ടാക്കണ മെഷീന്, അരിയൊക്കെ കഴുകി അവിടെ ചോറും കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ചെറിയൊരു ഹോൾട്ടാട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിന്, ട്രിവാൻഡ്രം സൗത്ത്. ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയതാണ്. ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്ക് ഹോൾട്ടിങ് ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് വേറെ ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ട്രെയിൻ ഇത് സ്പെഷ്യൽ ട്രെയിനാണല്ലോ, അപ്പോൾ മറ്റു ട്രെയിനിന് പോകാനുള്ള ടൈം കൊടുത്തിട്ട് ഹോൾട്ടിൽ കിടക്കും. അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ, ടൂർ ടൈംസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ കമ്പനിയും ഇന്ത്യൻ റെയിൽവേയും കൂടെ ചേർന്നിട്ടുള്ള ആട്ടോ നമ്മുടെ ടൂർ പാക്കേജ്. അപ്പോൾ ഞാൻ നോർമൽ സ്ലീപ്പറിൻ്റെ ഇതാട്ടോ ഞാൻ എടുത്തേക്കുന്ന. AC ഉണ്ട്, ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC, എക്കണോമിക്, ഇങ്ങനെ 3, പിന്നെ സ്ലീപ്പർ, ഇത്രയും കാറ്റഗറീസാണ് ഉള്ളത്. അപ്പോൾ ഞാൻ സ്ലീപ്പർ ആട്ടോ എടുത്തത്. 26,700 രൂപയാണ് ടോട്ടൽ ഇത് നമ്മുടെ ചാർജ്. AC-ക്കൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പുറത്ത് സ്റ്റേ ഉള്ളപ്പോൾ നമുക്ക് നോൺ AC റൂമും, പിന്നെ നമ്മൾ സൈറ്റ് സീയിങ്ങിന് കൊണ്ടുവന്ന വണ്ടിയൊക്കെ നോൺ AC ആയിരിക്കും കേട്ടോ. AC എടുക്കുന്നവർക്ക് AC ബസ്സും പുറത്ത് AC റൂമും കിട്ടും. പിന്നെ ഫുഡൊക്കെ വെജിറ്റേറിയൻ ആണ്, ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ അവർ നമുക്ക് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടൂർ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ്. നമുക്കൊരു സാധനം കുടിക്കാൻ കൊണ്ട് തന്നാട്ടോ. സൂപ്പ് എന്ന് പറഞ്ഞ രസമാണോ സൂപ്പാണോ ഒന്നും അറിയില്ല. ഇങ്ങനെ ഉണ്ട്, കുടിച്ചു നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന്. ആ, രസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്, എരിവുണ്ട്. സൂപ്പാണ്, തക്കാളിയുടെ എന്തോ സംഭവം കേട്ടോ. അമ്പോ അടിപൊളി വ്യൂ കേട്ടോ, കോടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഹോൾട്ടായിരുന്നു കേട്ടോ. നാഗർകോവിൽ സ്റ്റേഷനാണ്. 1.25 മണിക്കൂറായിട്ട് പിടിച്ചിട്ടാണ്. ഇപ്പോൾ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കോട വയ്ക്കാൻ മലയാളമൊക്കെ കാണുന്നുണ്ട്.
കേട്ടോ. ഉച്ചക്ക് ഊണ് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. പിന്നെ ഇവിടെ ഇട്ടേക്കുമായിരുന്നു. അവരൊക്കെ ചിരിക്കുക. ഇവര് എന്തോ മഞ്ഞ ഓസൊക്കെ കൊണ്ടുപോയിട്ട് എന്തോ ഒക്കെ സംഭവം ഷണ്ടിങ് ആണോ എന്തോ അറിയില്ല. ഇവിടൊക്കെ എന്തോ കൃഷിയാന്ന് തോന്നുന്നു. നിറയെ ആടുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ 5 മണിയായിട്ടോ. 5 മണിയായി. അപ്പൊ നമുക്ക് കാപ്പിയും, രാവിലെ ഞാൻ ചായ കുടിച്ചേ, അതുകൊണ്ട് ഇപ്പൊ കാപ്പി മേടിച്ചു. കാപ്പി എന്താ ഫ്രൈഡ് മൂംഗ് ദാൽ, സ്നാക്സ് കൊണ്ടുവന്നിട്ടാ. ഇപ്പോ 6 മണിയായിട്ടോ. ഇപ്പം ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, തിരുപ്പറാക്കുണ്ട്രം എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അപ്പം ഇതൊരു ഫേമസ് സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളാണ്. ആ റോക്ക് കണ്ടോ, അതിൻ്റെ പൊക്കത്താ. അവിടെ മതിൽ പോലെ കാണുന്നുണ്ട് ഈ സൈഡില്. അതിൻ്റെ മുകളിൽ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിള്. ആ രസമില്ലേ? കണ്ടോ ആ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളിൻ്റെ ഇത് കണ്ടോ? ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്താ. നല്ല രസമില്ലേ? നമ്മുടെ ട്രെയിൻ ഹോൾട്ടിംഗ് ആയിരുന്നു. ഇപ്പോൾ ഒരു ട്രെയിൻ പാസ് ചെയ്ത്. തിരുപ്പറക്കുണ്ട്രം സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ. ഒരു ട്രെയിൻ പോയി. ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിൻ എടുക്കുമായിരിക്കും.
ട്രെയിൻ പിടിച്ചിട്ടേക്കുവാ. കുറച്ച് നേരം ആയിട്ടുണ്ട്. എപ്പോഴാണ് പോണേന്ന് അറിയില്ല. നമുക്ക് താഴേക്കൊന്നും ഇറങ്ങാൻ സ്പേസ് ഇല്ല കേട്ടോ. രണ്ട് സൈഡിലും വേണ്ട ഗുഡ്സ്. അപ്പുറത്തെ സൈഡിലും ഇവിടെയും ഗുഡ്സ് വേണ്ട. ഇതെന്താ അപ്പം അതുകൊണ്ട് നമുക്ക് ഇറങ്ങാനൊന്നും സാധ്യമില്ല. ഭയങ്കര ചൂടാട്ടോ. കർണാടകയൊക്കെ ചൂടാന്ന് തോന്നുന്നു. പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പം മുഴയൊക്കെ വറ്റി വരണ്ട് മണലൊക്കെ കിടക്കുന്നതാണ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ടൊമാറ്റോ സൂപ്പ് കുടിച്ചു. അപ്പം ഇങ്ങനെ ഇരിക്കുക. ഈ ഡിലേ കാണിക്കുന്നുണ്ട്. ഓ ഇത് പുഴയാന്നോ കേട്ടോ. നോക്കിയേ വെള്ളമൊക്കെ വറ്റി. മണലാട്ടോ മൊത്തം. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ടാ. ട്രെയിനകത്ത് ഭയങ്കര ചൂടാണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. സ്റ്റേഷൻ്റെ ഒരു ബിത്രാഗുണ്ടാന്നാട്ടോ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ബിത്രാഗുണ്ട. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട്? ഉഷാറാണ്. ഫസ്റ്റ് ടൈം ആണോ ട്രെയിൻ ടൂർ? ഫസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ. കുറച്ചുപേര് വീഡിയോ ഒക്കെ പിടിക്കാന്ന് പറഞ്ഞ്. ഈ ട്രെയിൻ ടൂറിൽ ആകെയുള്ള 2 കുട്ടികളാട്ടോ ഇവര്. പേരെന്താ? ഭരത് ഭഗത്. ഓക്കെ ഓക്കെ. ഈ ട്രെയിൻ ടൂറിൽ ആകെയുള്ള 2 കുട്ടികളാണ് നിങ്ങളല്ലേ? വേറെ കുട്ടികളില്ലല്ലോ? ആണോ? ഉണ്ടോ? ഫസ്റ്റ് ടൈം ആണോ ട്രെയിൻ ടൂർ? അല്ല, ഇത് ട്രെയിനിൽ ആ പോയിട്ടുണ്ടല്ലേ? ഓ അപ്പൊ നമ്മുടെ പായസം വന്നിട്ടുണ്ട്. ഐശ്വര്യം പോങ്കി എടുക്കാം. ആ താങ്ക് യു. ഏതൊരു പാലം കേട്ടോ. ഭയങ്കര വലിയ പാലാ. അപ്പുറത്ത് കൂടെ ഒരു ട്രെയിനും പോയി. കണ്ട വെള്ളം വീണോയ്ക്ക്. ഇതേ അവിടെ കണ്ട കൊറേ ആൾക്കാര്. ഇതേ അവിടെയൊക്കെ ഇതെന്തോ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നുട്ടോ. അതെ അവിടെയൊക്കെ സൈഡില് കണ്ടോ? അതിന്റെ കരയ്ക്ക് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ? വേണ്ട അവിടെയൊക്കെ ആൾക്കാരെണീക്കുന്നു. എന്തോ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നുന്നു. ഇതേതോ മെയിൻ സിറ്റി സ്ഥലമാട്ടോ. അതേടെ വലിയ സിഗ്നലൊക്കെ ഉണ്ട്.
രാജീവ് ഗാന്ധി പാർക്ക്. അങ്ങനെ നമ്മൾ വിജയവാഡ കാലുകുത്തിയിട്ടുണ്ട് കേട്ടോ. വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് 5:30 മണിയായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമാട്ടോ ട്രെയിനിൽ. അപ്പോൾ രാവിലെ എണീറ്റു. 6 മണിയായപ്പോൾ അവർ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. നല്ലപോലെ ഉറങ്ങി. വിളിച്ചുമ്പോൾ കണ്ണൊന്നും തുറക്കുന്നില്ല. ഉറക്കം മതിയാകാത്ത പോലെ. പിന്നെ എണീക്കാൻ തോന്നണ്ട. പിന്നെ കാപ്പി കുടിച്ചു, ഫ്രഷായി. അങ്ങനെ മലയൊക്കെ നോക്കിയുമ്പോൾ നമ്മൾ ഉച്ചയാകുമ്പോൾ കൽക്കട്ട എത്തും കേട്ടോ. 12 ട്രെയിനിൻ്റെ ടൈം അനുസരിച്ച് 12 മണിയാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷേ ഡിലേ ഉണ്ടാവുമോ എന്നറിയില്ല. ചിലയിടത്തൊക്കെ പിടിച്ചിടുമല്ലോ. അപ്പം എന്തായാലും ഇനി കൽക്കട്ട എത്തിയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളൂ. പാടം, ആട്, മാട്. ഓ, സ്റ്റോപ്പായി. ഏതെങ്കിലും ട്രെയിൻ പോകാനുണ്ടാവും, അതെ ഒരു സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇനി കൽക്കട്ട എന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അവിടെയൊക്കെ എന്തൊക്കെ സംഭവം ഒന്നൊന്നും അറിയത്തില്ല. ഈ നമ്മൾ 3 ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ റൂമിൽ സ്റ്റേ ചെയ്യുന്നത്, പുറത്താണ് സ്റ്റേ. എന്നിട്ട് ഇന്നും നാളെയും കൽക്കട്ട എന്നിട്ടാണ് നമ്മൾ വരിക. അവിടെ കറങ്ങിയിട്ട് പിന്നെ തിരിച്ച് ട്രെയിനിലേക്ക് വരും. ഇനിയിപ്പോൾ പോകാനുള്ളത് പാക്ക് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ കൽക്കട്ട എന്നിട്ട് കാണാട്ടോ എല്ലാവരെയും. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ ബൈ. അവിടെ വലിയൊരു മല. ഏത് മലയാണെന്നറിയാൻ പാടില്ല. വന്നിട്ടുണ്ട് കേട്ടോ.
ഇന്ന് പൂരി. അണ്ണാ ഞാൻ പറഞ്ഞില്ലേ പൂരിയാന്ന്. ഇന്ന് നമുക്ക് പൂരി കേട്ടോ. അവിടെ മസാല വന്നിട്ടുണ്ട്. മസാല കുറച്ചും കൂടി ഇട്ടോ. ആ റാഗി ഉപ്പുമാവ് ഉണ്ട് കേട്ടോ. ഇപ്പൊ സമയം 9:45. ഞാൻ വിചാരിച്ചേ ഉച്ചയാകുമ്പോ കൽക്കട്ട ഇറങ്ങുന്ന. എവിടെ രാത്രി 9:30 കൽക്കട്ട ഇറങ്ങുമ്പം. ഇപ്പൊ ട്രെയിനിന്റെ സമയം ഇപ്പോഴത്തെ അനുസരിച്ച് കാണിക്കുന്നത് രാത്രി 9:30 കൽക്കട്ട കാണിക്കണം. കുർദ റോഡ് കേട്ടോ, ഇതാണ് സ്റ്റേഷന്റെ പേര്. കുർദ റോഡ്. മഞ്ഞ തൊപ്പി വെച്ച് നിൽക്കണം. അവര് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞ തൊപ്പിയൊക്കെ തരുന്ന. ടാഗൊക്കെ ഉണ്ട് ഈ ടൂർ ടൈംസിന്റെ. വീഡിയോ അപ്പൊ നിർത്തിയപ്പോ എല്ലാരും ജസ്റ്റ് പുറത്തിറങ്ങിയതാട്ടോ. അങ്ങനെ ഫൈനലി വെയിറ്റ് ഈസ് ഓവർ. നമ്മൾ കൽക്കട്ട സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മുടെ ടൂറുകാരെ അനൗൺസ് ചെയ്യണം, അപ്പോഴേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇവര് നമുക്കെല്ലാം യെല്ലോ ക്യാപ്പൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ, ടാഗും ഐഡന്റിറ്റി അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ബസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ബസ്സിൽ കയറാൻ പോവാ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കൊൽക്കട്ട റെയിൽവേ സ്റ്റേഷൻ. എല്ലാരും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. സെവൻ നമ്പർ 7 ആട്ടോ നമ്മുടെ ബസ്. നമ്മളെ ആൾക്കാർ കയറുവാ. ഇതാ നമ്മുടെ ബസ് 7.